എനിക്ക് വേണം തരാ, ഞാൻ വയസ്സായിരിക്കും, എനിക്ക് റോഡ് വേണം. ഇപ്പൊ റോഡുമില്ല, ഫണ്ടുമില്ല, പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്നു. ഓരോ സ്കൂട്ടറിൽ പോയിട്ട് ഫാമിലി പോയി, അടുത്ത സമയത്ത് ഇവിടെ വന്ന് കുഴിയിൽ വെള്ളത്തിൽ വീണ് പോയി. 20 വർഷം കൊണ്ട് ഇവിടെ ആളില്ല താമസിക്കുകയാണ്, പന്നിയാരി കൂടി കിടക്കുകയാണ്. ഗർഭിണികളോ ഒരു രോഗികളോ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു കുട്ടികളെ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു രീതിയിലല്ല. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പൊക്കെ ഇങ്ങ് അടുത്തിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണം നടത്തുന്നതിന്റെ വലിയ തിരക്കിലാണ്. ഇപ്പോൾ നമ്മളുള്ളത് പോത്തങ്കോടാണ്. പോത്തങ്കോട് പഞ്ചായത്തിലെ 16-ാം വാർഡിലാണുള്ളത്. മുൻപ് ഇവിടെ ഭരിച്ചിരുന്ന ഭരണസമിതി ആകട്ടെ, പഞ്ചായത്താകട്ടെ, വാർഡ് മെമ്പറാകട്ടെ, ഇവരൊന്നും ഇടപെട്ട് ഇതിനൊരു ഈ റോഡ് പുനർനിർമ്മിക്കാൻ ഒരു ഇടപെടൽ നടത്തിയില്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അല്ലേ? ഈ റോഡ് ഞാൻ നിൽക്കുന്ന 16-ാം വാർഡിലെ മഞ്ഞോല വാർഡാണ്. ബ്ലോക്ക് ഡിവിഷൻ ആണെങ്കിലും പോത്തൻകോട് പഞ്ചായത്താണ്. അപ്പോൾ ഇതിപ്പോ എന്റെ കണ്ണിൽ പെട്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 6-7-10 റോഡുണ്ട്. അത് കണ്ടിട്ട് ഒരു ഗർഭിണികളോ ഒരു രോഗികളോ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒരു കുട്ടികളെ പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ഈ റോഡുകൾ ഇപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ കണ്ടത്. പോത്തങ്കോട് പഞ്ചായത്തിന്റെ 16-ാം വാർഡിൽ ഇപ്പോ മത്സരിക്കുന്ന താങ്കൾ രമയെന്നാണ് താങ്കളുടെ പേര്. അപ്പോ താങ്കൾ ഏത് പാർട്ടിക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്? ഞാൻ BJP പിന്നെ താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഞാൻ ഒരു 30 വർഷമായിട്ട് പൊതു പ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴാണ് എനിക്ക് സീറ്റ് ലഭിച്ചത്. അപ്പോൾ ആ സീറ്റിൽ എനിക്ക് കിട്ടിയ വാർഡ് വനിതാ വാർഡ് എന്നുള്ള നിലയ്ക്ക് ഒരു 10 വാർഡ് കടന്നാണ് എനിക്ക് കിട്ടിയത്. ഞങ്ങൾ 9 പേര് വനിതകളാണ്. വനിതകൾ നീളം ഇങ്ങനെ മത്സരിക്കാനായിട്ട് നമുക്ക് തന്നു. എനിക്കൊരു 30 വർഷമായിട്ട് പോത്തൻകോട് പഞ്ചായത്തും മംഗലോരം പഞ്ചായത്തും നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ കെട്ടിയിറക്കിയതല്ല. കെട്ടിയിറക്കിയതല്ല. ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് പുതിയതായിട്ട് ഇറങ്ങിയ ഒരു കക്ഷിയല്ല. ഒരു 21 വാർഡില് എൻ്റെ ഒരു 20 വയസ്സ് തൊട്ട് പ്രവർത്തനം തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് അവിടെ ഇപ്പൊ 21 വാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ 22 വാർഡായി. അതേ കണക്ക് ഇപ്പൊ എന്റെ വീട്ടിൽ പരിസരത്ത് തന്നെയാണ് 18 വാർഡായിരുന്നു. അതും എന്നെ കെട്ടിയിറക്കിയതില്ല. ഞാൻ പൊതുപ്രവർത്തനമായിട്ട് ആര് പഞ്ചായത്തിൽ വന്നാലും ഏതൊരു പേപ്പറും എവിടെ നീക്കണമെന്ന് വെച്ചാലും ആ സ്ഥലത്ത് പോയി നീക്കി കൊടുക്കുകയും, അതേ കണക്ക് എന്റെ വാർഡ് പുലിവീട് വാർഡാണ്. കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. ഇപ്പൊ ചോറിട്ട് തിന്നാമെന്നുള്ള രീതിയിൽ ഞാൻ ഒരു മുമ്പറായിട്ട് നിന്നിട്ടല്ല. വികസനം നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 16-ാം വാർഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ തകർന്നു കിടക്കുന്ന റോഡുകളൊക്കെയാണ്. ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോ താങ്കളെ ഒരു പക്ഷേ തിരഞ്ഞെടുത്താൽ താങ്കൾ ഇവിടെ ഈ വാർഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? എനിക്ക് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് വീടില്ലാത്തവർക്ക് വീട്, മണ്ണില്ലാത്തവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മണ്ണ് മേടിച്ചു കൊടുക്കുക, വീട് വെച്ചു കൊടുക്കുക, മെയിൻ്റനൻസ് കൊടുക്കുക, കിണറില്ലെങ്കിൽ കിണർ കൊടുക്കുക, പൈപ്പ് കണക്ഷൻ ഇല്ലെങ്കിൽ പൈപ്പ് കണക്ഷൻ കൊടുക്കുക, റോഡ് എത്രയും പെട്ടെന്ന് റോഡ് ഏത് വിധത്തില് ഏത് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് മേടിച്ച് കൊടുക്കാനും ഞാൻ ബാധ്യസ്ഥയാണ്. ഞാൻ കൊടുക്കുകയും ചെയ്യും. ശരി, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങള് വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അവിടെ രാഷ്ട്രീയമൊന്നും അധികം കാണിക്കാറില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജയപ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷയുണ്ട്. കാരണം 20 വയസ്സ് തൊട്ട് മംഗലോരം പഞ്ചായത്തും പോത്തൻകോട് പഞ്ചായത്തും ഒരുപോലെ ഒരേ രീതിയിൽ ഈ 5 പഞ്ചായത്തും കറക്റ്റ് അറിയുന്ന രീതിയിൽ ഒരു ബ്ലോക്കിന്റെ അടിസ്ഥാനത്തിൽ എന്നെ അറിയുന്ന വ്യക്തികളാണ്. അപ്പൊ ഏതായാലും ഈ സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ ഇടം വലം തിരിയാതെ സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ പ്രചരണത്തിന് മുന്നിട്ട് നിൽക്കുന്ന ഒരാളെ പരിചയപ്പെടാം. പേരെന്താണ്? അപ്പോ നിങ്ങൾക്ക് ഈ വാർഡിനെ പറ്റി നന്നായി അറിയാമെന്നാണ് സ്ഥാനാർത്ഥി തൊട്ട് മുമ്പ് പറഞ്ഞത്. ഇവിടുത്തെ ഓരോ ചലനങ്ങളും അറിയുന്ന വ്യക്തിയാണെന്നുള്ളത്. അപ്പൊ ഒരുപാട് കിടപ്പ് രോഗികളൊക്കെ ഉണ്ട്. ഇവിടുത്തെ റോഡുകളൊക്കെ തകർന്നു കിടക്കുന്നു. എനിക്കൊരു മോളുണ്ട്, അവളൊരു വിധവയാണ്, 2 മക്കളുണ്ട്. 10 വർഷം ഒരു പാർട്ടി ഭരിച്ചിട്ട് എന്റെ മോക്ക് ഒരു വീടോ ഒരു കോഴിക്കുഞ്ഞിനെ പോലും കൊടുത്തിട്ടില്ല. പാർട്ടിക്ക് ഒരു മാറ്റം വരണം, ഇവിടെ ഒരു വികസനം ഉണ്ടാകണം എന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ രമ എന്ന സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ വാർഡിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. മാറ്റങ്ങൾ സംഭവിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഗ്രാമസഭയിൽ ഗുണഭോക്തൃ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ ആ ഫണ്ട് മാറ്റിക്കൊണ്ടും ബ്ലോക്കിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും റോഡിന്റെ വികസനം എന്നുള്ള മുദ്രാവാക്യം, ഇപ്പോൾ റോഡുമില്ല, ഫണ്ടുമില്ല, പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്നു. അത് മാത്രമല്ല, ഗുണഭോക്തൃ ഗ്രാമസഭയിൽ അനവധി പാവപ്പെട്ട ജനങ്ങൾ വീടിന് വേണ്ടി അപേക്ഷ കൊടുത്തു. റിജക്ട് ചെയ്തതുകൊണ്ട് 8-9 വീട് 20 വർഷം കൊണ്ട് ഇവിടെ ആളില്ല താമസിക്കുകയാണ്, പന്നിയാരി കൂടി കിടക്കുകയാണ്. ഈ വീടുകൾ പരിപൂർണമായിട്ട് വീടില്ലാത്തവർക്ക്
സമക്ഷത്തിൽ നിന്ന് ഉത്തരവ് ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പല വാർഡുകളിലും ഹരിതകർമ്മ സേന ആശാ വർക്കർമാര് ഇല്ല കുപ്പിയും പാത്രങ്ങളും പറക്കാൻ പോകുമ്പോൾ ആ ബേസിൽ ഓരോ പാർട്ടിക്ക് വോട്ട് പിടിക്കുകയാണ്. CPM വേണ്ടി അഹോരാത്രം പണിയെടുക്കുക, രാത്രി മുതൽ പണിയെടുക്കുകയാണ്. ആശാ വർക്കർമാർക്ക് ആ ജോലി ചെയ്താൽ ഒരു സുഖമില്ലാത്ത വീട്ടിൽ പോയി അന്വേഷണം നടത്തുന്നില്ല, റിപ്പോർട്ട് കൊടുക്കുന്നില്ല, ഹെൽത്ത് സെന്ററിൽ പോകുന്നില്ല, ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. അതിൻ്റെ കൂടെ രണ്ടാമത്തെ ജോലി വെച്ചാൽ ഹരിതസേന കർമ്മ വീട്ടിൽ ചേർന്നിട്ട് കുപ്പിച്ചിലും പറയ്ക്കും പ്ലാസ്റ്റിക്കും പറക്കിയിട്ട് പൈസ ഉണ്ടാക്കുന്നു. അത് രണ്ടാമത്തെ ജോലി. അതിനുപരി മൂന്നാമത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് പിടിക്കുക. ഇത് പരിപൂർണമായിട്ടും മേൽക്കടങ്ങളിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ആ റോഡ് ശരിയാക്കണം, നമുക്ക് റോഡുകൾ ശരിയാക്കണം. ഞങ്ങൾക്ക് വഴി കിടന്ന് പോകണം. ആളുകൾ അത്രയും കിടന്ന് വരാതെ. ഇപ്പൊ റോഡ് വന്നപ്പോ ആരെല്ലാം നടന്നു പോകണമെന്ന് അറിയാം. ഇപ്പൊ ആർക്കും വേണ്ട. എനിക്ക് വേണം എന്തരാ, ഞാൻ വയസ്സായിരിക്കാൻ എനിക്ക് റോഡ് വേണം. എല്ലാവർക്കും വേണം റോഡ്. വീടില്ല. വീട് ഞാൻ കളക്ടറേറ്റിൽ നിന്ന് എനിക്കൊരു വീട് എന്നതാണ് ഈ പടുതിയിലാണ് കിടക്കുന്നത്. ഞങ്ങൾക്കൊരു വീട് വേണ്ടേ? ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നാളെ ഇങ്ങനെ കിടക്കുകയാണ് റോഡ്. വഴിയാത്രക്കാർക്ക് തന്നെ ഓരോ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഒരു കുഴിച്ചിട്ട് വീണിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ സ്കൂട്ടറിൽ പോയിട്ട് ഫാമിലി പോയി അടുത്ത സമയത്ത് ഇവിടെ വന്ന് കുഴിയിൽ വെള്ളത്തിൽ വീണ് പോയി. പിന്നെ അതുപോലെ തന്നെ കുറെ നാളായി ഇത് ആരോട് പറയണം, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് റോഡ് ശരിയാക്കണം, പക്ഷെ ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സർക്കാരും പഞ്ചായത്തും എല്ലാം കമ്മ്യൂണിസ്റ്റ് എന്നിട്ട് ഒരു വികസനം ഉണ്ടായിട്ടില്ല. അവർ പറയുന്നുണ്ട് വികസനം വരുന്നുണ്ട്, പക്ഷെ ഒരു വികസനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപകടങ്ങൾ സ്കൂൾ വണ്ടി എല്ലാം വരുന്ന റോഡാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ സ്കൂൾ വണ്ടി 10-15 വണ്ടികൾ ഇവിടെ വരുന്ന റോഡാണ്, മെയിൻ റോഡാണ്. അപ്പോഴേ ഈ തോടും എല്ലാം ഇളകി കിടക്കുകയാണ്, റോഡും ഇളകി കിടക്കുകയാണ്. ഇതിപ്പോ എങ്ങനെയായാലും ഒരു 5 വർഷത്തിൽ കൂടുതലായി. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കയറിയ സമയത്ത് ഫസ്റ്റില് അവിടെ കയറിയ സമയത്ത് ഇവിടെ വന്ന് പറഞ്ഞാൽ ഇതെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. ഇതുവരെയ്ക്കാനായിട്ട് ഈ പരിസരത്തെ കണ്ടിട്ടില്ല. ഈ റോഡ് കാൽനട ആൾക്കാർക്ക് വരെ വലിയ ദുസ്സഹനമാണ്. വയ്യാതെ ഗർഭിണികളൊന്നും കൊണ്ടുപോകാനേ ഒക്കത്തില്ല. എനിക്ക് ഇവിടെ തന്നെ ഡെലിവറി ആവും. അപ്പോ ഏതായാലും ഇപ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ വാർഡിൽ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഓരോ വാർഡുകളിൽ നിന്നും ആരംഭിക്കുന്നതാണ്. രാജ്യത്തിന്റെ നാഡീ ഞരമ്പുകളാണ് ഈ ഗ്രാമപ്രദേശങ്ങളും വാർഡുകളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു വാർഡിന്റെ വികസനത്തിന് വലിയ ഒരു പരിശ്രമം ഈ സ്ഥാനാർത്ഥി ഉണ്ടാക്കുമെന്ന് ഞങ്ങളോട് അവർ പ്രതികരിക്കുകയുണ്ടായി. ക്യാമറമാൻ അനീഷ് മംഗലത്തിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.